ഹലോ ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണ് ബീഫും ചക്കയും. ബീഫിൻ്റെ കൂടെ എന്ത് ഇട്ട് നമ്മൾ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫും ചക്കയുമാണ്. നമുക്കൊരു തട്ടുകട സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഉപ്പും നമുക്കതിലോട്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണോളം നമ്മൾ മല്ലിപ്പൊടിയും അതുപോലെ എരിവിന് ആവശ്യമുള്ള ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും അതിലോട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ അതിലോട്ട് 2 ടീസ്പൂണോളം ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സമയം നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സവാള ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, 2 കറിവേപ്പില, ഇത്രയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ബീഫ് വേവാൻ ആവശ്യമായിട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഞാൻ ഒരു വിസിൽ കേൾക്കുന്നത് വരെയാണ് വേവിച്ചത്. ഒരു വിസിൽ കേട്ട് പിന്നെ ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ അത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് നല്ലപോലെ അവിടെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയം നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ അത്യാവശ്യം ഉള്ളൊരു കറിപ്പാത്രം ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ബീഫിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുട്ടികൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ചക്ക വേവാനുള്ള വെള്ളം നമ്മുടെ ബീഫിൽ വേവിച്ച കുക്കറിൽ വേണം. വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫ് നല്ലപോലെ വെന്തതിന് ശേഷമാണ് ചക്ക ഇട്ട് കൊടുക്കാൻ. എൻ്റെ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബീഫ് വെന്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ചക്കയിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക. ഒരു വിസിൽ അടിച്ചതിന് ശേഷം ചക്ക വെന്തിട്ടുണ്ടാവും. ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. നമുക്കൊരു ചട്ടി എടുത്ത് വയ്ക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള, അതുപോലെ ഒരു 10-15 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചെറിയ പീസാക്കി കട്ടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, അതുപോലെ 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ്. അപ്പോൾ ഇത്രയും ചേരുവകൾ ചേർത്ത് നമ്മുടെ ഈ ഒരു കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കരിഞ്ഞ് പോവാതെ പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം ബീഫും നമ്മൾ ചക്കയും കൂടി വേവിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ ഗരം മസാലയുടെ കുറവുണ്ടെങ്കിൽ അതും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇത് സൂപ്പറായിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. ഒരു കോമ്പിനേഷനായിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി വേണം. അപ്പോൾ ബീഫിൻ്റെ കൂടെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ചക്കക്കുരു ആണെങ്കിലും നല്ല ഹെൽത്തിയാണ് ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു ആണെങ്കിലും നേന്ത്രക്കായ ആണെങ്കിലും അതുപോലെ ചേനയാണെങ്കിലും ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലോട്ട് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കുറച്ച് സവാളയുടെ ചെറിയ പീസ് കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തട്ടുകടയിൽ പോകുമ്പോൾ ഇതുപോലെയല്ല നമുക്ക് കിട്ടാം. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി ഇത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ചക്കയും ബീഫും ഈ രീതിയിലൊക്കെ വെച്ച് നോക്കാം. താങ്ക് യു.